ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഹെൽസിങ്കിയിലെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ രാത്രികാല കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വൈകിട്ട് 6 മണിയായപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. നല്ല ഇരുട്ടുണ്ട്, അത്ര തണുപ്പൊന്നുമില്ല. ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പകൽ വെളിച്ചത്തിൽ ക്രിസ്മസ് മാർക്കറ്റിലെ മഞ്ഞ് പെയ്യുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് കാണാം. ഞങ്ങളോട് രാവിലെ കാർ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രിയിൽ ഈ കത്തീഡ്രൽ കാണാൻ നല്ല ഭംഗിയാണ്, ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച കത്തീഡ്രൽ കാണാൻ നല്ല ഭംഗിയാണെന്ന്. അത് ശരിയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ കത്തീഡ്രൽ കാണാൻ. പ്രത്യേകിച്ചും അലങ്കരിച്ചിട്ടുള്ള ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ കത്തീഡ്രൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. വലിയ തണുപ്പൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ തണുപ്പുള്ളതായിട്ട് തോന്നിയിരുന്നില്ല. പകൽ നല്ല തണുപ്പായിരുന്നല്ല, മഞ്ഞ് പെയ്തിട്ട്. ടെമ്പറേച്ചർ ഒന്ന് മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞൊക്കെ ചെറുതായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ക്രിസ്മസ് ട്രീ ഒക്കെ മഞ്ഞ് പതച്ച് കിടക്കുകയായിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ ഉരുകിയിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ മാർക്കറ്റിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനോ കാണാനോ ഒന്നുമില്ല. രാവിലെ ഞങ്ങൾ എല്ലാം ഒരുവിധം കണ്ടതാണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഡോണറ്റ്സും ഹോട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങി കഴിച്ചതാണ്. അതുകൊണ്ട് വാങ്ങി കഴിക്കാനൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ എന്തായാലും ഡിന്നർ കഴിക്കാനായിട്ട് ഇന്നലെ പോയ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഈ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച ക്രിസ്മസ് മാർക്കറ്റ് ഒന്ന് കാണുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. രാവിലെ വന്നപ്പോൾ ഞങ്ങൾ കത്തീഡ്രലിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെയല്ല ഞങ്ങൾ വന്നിരുന്നത്, ഉച്ചക്കാണ് വന്നിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാവിലെ തന്നെയാണ് പറഞ്ഞു വന്നത്. പകൽ വെളിച്ചത്തിലാണ് കണ്ടത് എന്നാണ് പറയേണ്ടത്. ഇപ്പം ഞങ്ങൾ കത്തീഡ്രലിൻ്റെ സ്റ്റെപ്പ് കയറാമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതിനായിട്ട് ഈ സ്റ്റെപ്പൊക്കെ മുഴുവൻ കയറണ്ടേ എന്ന് ചിന്തിച്ച് എല്ലാവരും നോക്കുകയാണ്. എന്തായാലും സ്റ്റെപ്പ് കയറി. ഞാൻ ആ കാണുന്ന പകുതി വരെ കയറിയിട്ടുള്ളൂ. നിഷാദും മക്കളും മുകളിലേക്ക് വരെ കയറി. മഞ്ഞുരുകിയിട്ട് സ്റ്റെപ്പൊക്കെ സ്ലിപ്പറി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കയറാൻ. അതുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് കയറാത്തത്. എന്തിനാ റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പകുതി വരെ കയറിയിട്ട് വീഡിയോസ് എടുക്കാൻ തുടങ്ങി. അവിടെ നിന്ന് നോക്കുമ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് മുഴുവനായിട്ട് കാണാമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറച്ചുകൂടെ മുകളിലേക്ക് കയറി. അപ്പോൾ സെയിം വ്യൂ തന്നെയാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറേണ്ട ആവശ്യമില്ല എന്ന് തോന്നി, റിസ്ക് എടുത്തിട്ട്. അതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഹസ്ബൻഡും മക്കളും കയറിയോന്ന് എനിക്കറിയില്ല. അവർ നേരത്തെ മുന്നേ പോയി മുകളിലേക്ക് പോയിണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് പകുതി വരെ സ്റ്റെപ്പ് കയറി നിന്നത്. ഞാൻ ഈ പകുതി വരെ സ്റ്റെപ്പ് കയറി എന്നതിനുള്ള തെളിവ് വേണ്ടേ, അതിനായിട്ട് ഞാൻ എൻ്റെ വീഡിയോ സ്വന്തമായിട്ട് എടുത്തു. എന്നിട്ട് ഈ കാഴ്ചകളും കൂടി പകർത്തി. നിഷാദും മക്കളും തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാനും ഇറങ്ങി അവരുടെ കൂടെ താഴേക്ക്. ഇനി നമുക്കിവിടെ ഒന്നും കാണാനില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഈ കോസ്റ്റ്യൂം ഇട്ട ആളുകളില്ലേ, അവരെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരിടത്ത് കണ്ടിരുന്നു. ആ കാഴ്ച നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇന്നലെ പോയ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോകുന്നത്. ഒരു സിറിയൻ റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നും അവിടത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. എൻ്റെ മോന് ഫിൻലാൻഡിലെ ഫുഡൊക്കെ പരീക്ഷിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമേ യാത്രക്കിടയിൽ കഴിക്കാറുള്ളൂ എന്ന് വലുതായിട്ട്. അപ്പോൾ ഈ ഡിന്നറിൽ പരീക്ഷണം നടത്താനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഫുഡ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങളുടെ ഫിൻലാൻഡിലെ ആദ്യ വീഡിയോയിൽ കാണിച്ച എസ്പ്ലനാഡി പാർക്കിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ആ പാർക്കിലെ മരങ്ങളൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലായിടെയും മഞ്ഞായതുകൊണ്ട് തന്നെ ആമി ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകുന്നുണ്ടായിരുന്നു, മഞ്ഞ് വാരാനും ബോൾ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട്. ഒരു സൈഡിൽ മഞ്ഞ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ മഞ്ഞല്ല, മുന്നത്തെ മഞ്ഞാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വഴിക്ക് നടക്കുമ്പോൾ ആ മഞ്ഞിനൊക്കെ കറുപ്പ് കളറുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മഞ്ഞും കൂടി ചേർന്നിട്ട് കുറച്ച് വെള്ള കളറായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് കുറേ കുഞ്ഞു മക്കൾ കയറി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആമിയും പോയി അതിൻ്റെ മുകളിൽ കയറി കുറേ നേരം കളിച്ചു. ഈ പാർക്ക് കടന്നു പോവാൻ ഞങ്ങൾ കുറേ സമയമെടുത്തു. ആമി ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകുമായിരുന്നു മഞ്ഞ് വാരാനായിട്ട്.
ഞങ്ങൾ നേരത്തെ ഹോട്ടലിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഒരു ഗാർഡ് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നീടാണ് മനസ്സിലായത് ഇത് പ്രസിഡൻഷ്യൽ പാലസിൻ്റെ ഭാഗമാണെന്നും പ്രസിഡൻഷ്യൽ ഗാർഡാണ് അതെന്നും. അപ്പം ഞങ്ങൾ നടന്ന് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി ഫുഡാണ് ഇവിടുത്തത്. ആരെങ്കിലും ഹെൽസിങ്കിയിൽ വരുമ്പോൾ ഒരു ഫ്യൂഷൻ മിഡിൽ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കഴിച്ചാൽ മതി. അടിപൊളി ഫുഡാണ്. ഇത് കുനാഫ വിത്ത് ഐസ്ക്രീമാണ്. നമ്മൾ സാധാരണ കണ്ടു പരിചയമുള്ള കുനാഫയല്ല, വേറൊരു ടേസ്റ്റ് ആയിരുന്നു ഇതിന്. പതിവ് പോലെ തിരിച്ച് ഹോട്ടലിലേക്ക് പോയത് വന്ന വഴിക്കല്ല, വേറൊരു വഴിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. ഇത് ഹെൽസിങ്കിയിലെ ഒരു കൊമേഴ്ഷ്യൽ സെൻ്ററാണ്. അലക്സാണ്ട്രിയൻ കാറ്റു സ്ട്രീറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല, അതുകൊണ്ട് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരെ കണ്ട കാര്യം പറഞ്ഞിരുന്നില്ലേ, അവരാണ് ഇപ്പോൾ എന്തോ പെർഫോം ചെയ്യാണ് ഈ സ്ഥലത്ത് വെച്ചിട്ട്. ഒരു ചെറിയ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അതിന് സെൻട്രലായിട്ട് ഒരു ചെറിയ മോന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന വഴികളിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ വഴിയെല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ ദൂരെ കാണുന്ന ഫെറിസ് വീലുള്ള സ്ഥലത്ത് പോകണമെന്നും അതിൽ കയറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ സാധിച്ചില്ല. ഞങ്ങൾ നാളെ റോവനേമിയിലേക്ക് പോവുകയാണ്. റോവനേമിയിൽ കുറച്ച് ദിവസം നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഹെൽസിങ്കിയിലേക്ക് തന്നെ വരുന്നുണ്ട്. ആ സമയത്ത് പറ്റുമെങ്കിൽ നോക്കണം അങ്ങോട്ട് പോവാൻ. നടക്കുമോ എന്നറിയില്ല. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ റോവനേമിയിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് തന്നെ ടാക്സി എടുത്തു. അങ്ങനെ ടാക്സിയിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണിയാണ്. വെളിച്ചം വന്നിട്ടില്ല, ഇപ്പോൾ ഇരുട്ട് തന്നെയാണ്. നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും വെളിച്ചം വരും. ഈ കാറിൽ ഞങ്ങളുടെ ലഗേജ് എല്ലാം വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ട്രോളി ബാഗ് നിഷാദിൻ്റെ മടിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ കാറിൽ എല്ലാ ലഗേജും കൊള്ളൂല എന്ന് മനസ്സിലായപ്പോൾ അടുത്തുള്ള ഡ്രൈവർമാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെ കാറ് വലുതാണ്, ഞങ്ങളിൽ കയറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഇയാളോട് കാശൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇറങ്ങി പോകുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽ തന്നെ കയറിയിരുന്നത്. സൊമാലി ലാൻഡുകാരനായ ഒരു പാവം മനുഷ്യനായിരുന്നു ആള്. ഞങ്ങൾ ഇന്ത്യക്കാരാന്ന് മനസ്സിലായപ്പോൾ ആള് പറഞ്ഞു ആളുടെ അച്ഛനെയും കൊണ്ട് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് ഏതോ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ആളുടെ പേഴ്സണൽ സ്റ്റോറീസും പിന്നെ ഫിൻലാൻഡിനെ സംബന്ധിച്ചിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. നമ്മൾ ഹെൽസിങ്കി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് എയർപോർട്ട്. ഫ്ലൈറ്റ് 12:30 എൻ്റെ ഓർമ്മ. എന്നാലും നമ്മളൊരു 3 മണിക്കൂർ മുമ്പേ എത്തിയിട്ടുണ്ട്. കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ സർവീസൊക്കെ നമ്മൾ സ്വന്തമായി ചെയ്യണം. ലഗേജ് ഡ്രോപ്പിനും പിന്നെ ബോർഡിംഗ് പാസ് എടുക്കുന്നതൊക്കെ നമ്മൾ സ്വന്തമായി ചെയ്യണം. കഴിഞ്ഞ തവണ നോർവേയിൽ നിന്ന് ഞങ്ങൾക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ക്യൂവിൽ തന്നെ നിൽക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ക്യൂ ഉണ്ടാകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞങ്ങൾ ഒരു 3 മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ വന്നത്. പക്ഷേ ഇവിടെ അത്ര വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് ആ കാണുന്നിടത്തു നിന്നാണ് നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കുന്നത്. ആദ്യം ബോർഡിംഗ് പാസ് എടുത്തിട്ട് ലഗേജ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു സ്ഥലത്ത് വന്നിരുന്നു. പിന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നല്ല ഓഫറിൽ പാൻസും ബൂട്ട്സൊക്കെ കിട്ടി ആ കാണുന്ന ഷോപ്പിൽ നിന്ന്. പിന്നെ ആമിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടി. അവരുമായിട്ട് കുറേ നേരം കളിച്ചു. പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവരുടെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. നല്ല മക്കളായിരുന്നു. എന്നോടൊക്കെ നല്ല സംസാരമായിരുന്നു. റോവനേമിയിലേക്ക് പോവാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നത് അവിടെയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പം ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുകയാണ്. ആ ഫ്ലൈറ്റിലെ പൈലറ്റ്സും ഹോസ്റ്റേഴ്സും ഒക്കെ സാന്താക്ലോസ് ഹാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റേഴ്സ് മോളോട് പറയുന്നുണ്ടായിരുന്നു കോക്ക്പിറ്റിൽ സാന്താക്ലോസ് ഉണ്ട് എന്നൊക്കെ. കോക്ക്പിറ്റിൽ നമുക്ക് കയറിയിട്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. നേരെ ഞങ്ങൾ സീറ്റിൽ വന്നിരുന്നു. ഒരു ക്രിസ്മസ് മൂഡായിരുന്നു ഈ ഫ്ലൈറ്റിൽ മുഴുവനും. എല്ലാവരും റോവനേമിയിലേക്ക് പോവുകയാണല്ലോ, സാന്താക്ലോസ് വില്ലേജിലൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ക്രിസ്മസ് മൂഡ് തന്നെയായിരുന്നു എല്ലാവർക്കും. റോവനേമി ഫിന്നിഷ് ലാപ്ലാൻഡിലെ ഒരു സിറ്റിയാണ്. അപ്പോൾ ഈ ലാപ്ലാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഫിൻലാൻഡിലെ നോർത്തേൺ മോസ്റ്റ് റീജിയനാണ്. അതായത് ഉത്തര ധ്രുവത്തിലുള്ള സ്ഥലമാണ് ലാപ്ലാൻഡ്. ഈ ലാപ്ലാൻഡ് ഫിൻലാൻഡിന് മാത്രമല്ല ഉള്ളത്, സ്വീഡന്, നോർവേ, റഷ്യ, ഇതിനൊക്കെ ഈ ലാപ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ഫിൻലാൻഡിലെ ലാപ്ലാൻഡിലുള്ള ഒരു സിറ്റിയാണ് റോവനേമി.
ചുരുക്കി പറഞ്ഞാൽ ഉത്തര ധ്രുവത്തിലുള്ള ഒരു സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ ഉത്തര ധ്രുവത്തിലേക്കാണ് പോകുന്നത്. നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റോവനേമി എത്തിയിട്ടുണ്ട്. പുറത്ത് -21 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അനൗൺസ്മെൻറ്റും വന്നു. എയർപോർട്ടൊക്കെ മഞ്ഞിൽ മൂടിയിട്ടാണ് ഉള്ളത്. ഫ്ലൈറ്റ് നിർത്തിയപ്പോൾ നമ്മൾ ഈ മഞ്ഞിലാണ് ഇറങ്ങി നടന്നിട്ട് ആണ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. നല്ല തണുപ്പായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ റോവനേമിയിലെ ഒരുപാട് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബായ്.